ദേവീ ശരണം അമ്മേ. മുപ്പാരിൽ നാഥനായി ത്രിപുരദഹനനായി കാലവേഗത്തോടൊപ്പം നൃത്തം ചെയ്യും മഹേശൻ അരികിലണയുവാനെന്നോ സാധിക്കുമെന്തോ. ദുഃഖങ്ങൾ തിക്കിയെത്തും പൊഴുതുഗിരിജയാം ദേവി നിൻ ശോഭയേറും തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമിധൻ വാഹമമേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 32ാമത്തെ അധ്യായം ദേവിയുടെ ആത്മതത്വനിരൂപണമാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. അടുത്തതായിട്ട് 33ാമത്തെ ഈ അധ്യായത്തിൽ ആത്മതത്വ നിരൂപണത്തിന് ശേഷം തൻ്റെ വിശ്വരൂപ ദർശനം ഹിമവാനും ദേവന്മാർക്കും ദേവി അനുഗ്രഹിച്ച് കൊടുക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് വിവരിക്കുന്നത്. ദേവി തുടർന്ന് കൊണ്ടുപോകണു. ദേവ്യൗവാച മന്മയാ ശക്തി സംക്ലപ്തം ജഗൽ സർവം ചരാചരം സ്വാഭിമത്ത പ്രധങ്മായ നാസ്തേവ പരമാർത്ഥത. ചരവും അജരവുമായിട്ടുള്ള ഈ പ്രപഞ്ച മുഴുവൻ എൻ്റെ മായാ ശക്തിയിൽപ്പെട്ടതാണ്. പരമാർത്ഥത്തിൽ എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല ആ മായാശക്തി. ആ മായാശക്തി എന്നിൽ തന്നെ കൽപ്പിതമാണ്. അതുകൊണ്ട് തന്നെ അത് മിഥ്യയുമാണ്. വ്യവഹാര ദൃഷ്ടിയിലേ ഉള്ളൂ വിദ്യ, മായ എന്നിങ്ങനെയുള്ളതായിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം. തത്വദൃഷ്ടി കൊണ്ട് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒന്നില്ല. കേവലം തത്വം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ സകല ജഗത്തിനും സൃഷ്ടിഭൂതിയായി ഇരുന്ന് എപ്രകാരമാണോ ഒരു കുടത്തിനകത്തും ആകാശം പ്രവേശിച്ചിരിക്കുന്നത്. ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കരുത്. ആകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സ്പേസ് എന്നാണ്. അപ്പോൾ ഒരു കുടം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലും എന്തുണ്ട്? ആകാശമുണ്ട്. അതുപോലെ കണ്ണാടിയിൽ എപ്രകാരമാണോ നമ്മളുടെ പ്രതിബിംബം കാണുന്നത്, അതുപോലെ ഞാൻ പ്രവേശിച്ചിരിക്കണു എന്ന് പറയാണ്. ഇപ്പോഴേ ആ മായയെ മുൻനിർത്തിക്കൊണ്ടാണ് എപ്രകാരം ഇതിലെല്ലാം ഞാൻ പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഘടത്തിന് ഉള്ളിലുള്ള ആകാശം എന്ന് പറയുമ്പോൾ എന്താ അതിനുള്ളൊരു പ്രത്യേകത? പുറമേയുള്ള ആകാശത്തിൽ നിന്നും വേറിട്ടിട്ടല്ല കുടത്തിൽ അകത്തുള്ള ഒരു സ്പേസ്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും, പുറമേ ഉള്ള സ്പേസ് വേറെ, കുടത്തിനകത്തുള്ള ഒരു സ്പേസ് വേറെ. അങ്ങനെ നമുക്ക് തോന്നാം. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അങ്ങനെയല്ല. കാരണം ഈ കുടം ഉടഞ്ഞുപോയി. ഇപ്പം മണ്ണിൻ്റെ കുടമാണ്, അതിനകത്ത് സ്പേസ് ഉണ്ട്. മണ്ണിൻ്റെ കുടം ഉടഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കുടത്തിനകത്തുള്ളതായിട്ടുള്ള സ്പേസ്, ആകാശം അതില്ലാതെ കണ്ടാവുന്നുണ്ടോ? അതിൻ്റെ നാശം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. അതെവിടെ ലയിക്കണു? പുറമേയുള്ള ആകാശത്തിൽ ലയിക്കുന്നു. അതേമാതിരി കണ്ണാടിയിൽ കാണുന്നത് വാസ്തവത്തിൽ നമ്മുടെ രൂപം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് കണ്ണാടിയിൽ പ്രതിഫലിക്കും. നമ്മൾ കൈയിളക്കിയാൽ കണ്ണാടിയിലുള്ള കൈ ഇളകും, കാലിളക്കിയാൽ കാലിളകും. എല്ലാം ആ കണ്ണാടിയിൽ വ്യക്തമായി കാണാൻ കഴിയും. പക്ഷേ
ആ കണ്ണാടിയിലുള്ള രൂപം യഥാർത്ഥമാണോ? ഇപ്പം കണ്ണാടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയ്യിൽ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ മുഖം നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് കയ്യ് എന്തോ തെറ്റി, കണ്ണാടി താഴത്ത് വീണു, പൊട്ടിപ്പോയി. നമ്മളെ ഇല്ലാതെ കണ്ടാവുന്നുണ്ടോ? ഇല്ലാതെ കണ്ടാവുന്നില്ല, കണ്ണാടി പൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കണ്ണാടിയിൽ കണ്ടിരുന്ന നമ്മുടെ പ്രതിബിംബത്തിന് കണ്ണാടി പൊട്ടിയപ്പോഴേ ഒരു നാശം സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് സത്യമാണോ ആ നാശം എന്ന് ചോദിച്ചാലല്ല. കാരണം അത് വെറും പ്രതിബിംബമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു മിഥ്യയാണ്. കാണുമ്പോൾ ഞാനാണ് എന്ന് തോന്നിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നാശം നമ്മളുടെ നാശമായിട്ട് ഭവിക്കുന്നില്ല. ഇതുപോലെ തൻ്റെ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തിനെ, ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് അതിൽ തൻ്റെ മായാശക്തിയോടുകൂടി സർവചരാചരത്തിലും ഞാൻ പ്രവേശിച്ചിട്ടുണ്ട്, ഞാൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഇതിൻ്റെ നാശത്തിനോ, ഇതിൻ്റെ നാശം ആരുടെ നാശമാവുന്നില്ല? പ്രതിബിംബത്തിൻ്റെ നാശം സ്വരൂപത്തിൻ്റെ നാശമാവുന്നില്ല. എന്നതുമാതിരി ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളതാണ്, നിന്ന് നശിക്കുന്നതാണ്. മൂന്നവസ്ഥയിലും തൻ്റെ മായ കൊണ്ട് ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി ഉണ്ട്. അത് ഈ പ്രപഞ്ചം നശിക്കുന്ന സമയത്ത് ഇല്ലാതാവുന്നില്ല. ആ ശക്തി, ആ സ്വരൂപം അതുണ്ട്. അതിനൊരു കാലത്തും നാശമല്ലാതെ കണ്ടിരിക്കണു. ആ നാശമല്ലാതെ ഇരിക്കുന്നത് കാരണം കൊണ്ട് സർവത്ര നിറഞ്ഞിരിക്കണു. ജീവന് ജനന മരണാദികളായിട്ടുള്ള വ്യവഹാരങ്ങൾ സ്ഥൂല ശരീരത്തിനുണ്ടായിരുന്നുണ്ടെങ്കിലും അതിൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള ശക്തി സ്വരൂപിണിയായിട്ടുള്ള ആ ശക്തിക്ക്, ആത്മാവിന് അതൊന്നും ബാധകമല്ല എന്നർത്ഥം. വ്യാപകമായിട്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു ദേഹബന്ധമോ ഒരു ഗമനമോ ഗമനമില്ലായ്മയോ ഒന്നും തന്നെ സംഭവിക്കണില്ല. ഇപ്പം നമുക്ക് ഗമനമുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ബോംബെയിലാണെന്ന് പറഞ്ഞാൽ നാളെ ഞാൻ കോയമ്പത്തൂരാവാം, പാലക്കാടാവാം, ഡൽഹിയിലാവാം, കൽക്കട്ടയിലാവാം, അമേരിക്കയിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. പക്ഷേ സർവവ്യാപിയായിരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മത്തിന്, ശക്തിക്ക് എല്ലാ സ്ഥലത്തും ഇരിക്കുന്നുണ്ട് എന്നുള്ളത് കാരണം കൊണ്ട് തൂണിലും തുരുമ്പിലും ജലത്തിലും ചരാചരങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗമനം എന്നുള്ളതില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ടപ്പോൾ ദേവി, നാളെ പാറമേക്കാവിലാവും, മറ്റന്നാൾ കൊടുങ്ങല്ലൂരിലാവും, അത് കഴിഞ്ഞാൽ മൂകാംബികയിലാവും. അങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല. അതൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ പോകണു ദേവിയെ അതാത് സ്ഥലത്തെ ഭജിക്കാനായിക്കൊണ്ട് ഓരോരോ സ്ഥലത്തും ക്ഷേത്രങ്ങൾ കെട്ടി ഉണ്ടാക്കി ദേവിയെ പ്രതിഷ്ഠിച്ച് ദേവിയുടെ ചൈതന്യം അവിടെ ധാരാളമുണ്ട്, ഭക്തന്മാരുടെ ചൈതന്യം അവിടെയുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ സർവവ്യാപിയായിട്ടുള്ള ശക്തി ദേവി എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കണു.